ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എക്കോ എന്തോ ക്രോണിക്കിൾ ഓഫ് കുര്യച്ചൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത്. വാട്ട് എ മൂവി മാൻ, വാട്ട് എ ക്ലാസ് ത്രില്ലർ. എന്തിന് ബാഹുൽ രമേശ് എനിക്ക് ഞാൻ ആ ഫസ്റ്റ് കിഷ്കിണ്ടാകാന്തം കണ്ടത്, പിന്നെ നമ്മുടെ ക്രൈം ഫയൽസ് പാർട്ട് 2. ഞാൻ ഇങ്ങനെ ഫാനായിട്ടാ ഈ ബാഹുൽ രമേശ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കട്ട ഫാനായി ഞാൻ. എത്തോന്ന് റൈറ്റിംഗ് ഇടേ, എന്ത് രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, സ്പൂൺ ഫീഡിങ് പോലത്തെ പരിപാടിയൊന്നുമില്ല. ശ്രദ്ധിച്ചിരുന്ന് ഡയലോഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഓക്കെ. അല്ല ഞാൻ ഇനി നിങ്ങൾക്ക് വന്നിട്ട് എല്ലാം ഒന്നും കൂടെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കണം പരിപാടിയൊന്നും ഇവിടെ എടുക്കണില്ല. ശ്രദ്ധിച്ച് സിനിമ കാണാൻ പറ്റിയാൽ ഓക്കെ, കണ്ടിട്ട് പോയിക്കോ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിൽ കൊടുത്തേക്കണ ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ ബിൽഡിങ്, സീൻസിൻ്റെ ആ ഒരു സിങ്ക് ചെയ്യുന്നത് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ടേ. ഈ നമ്മൾ കിഷ്കിണ്ടാകാന്തത്തിന് ഫുൾ ടീമാണ് ഇവിടെ വന്നേക്കുന്നത്. ദിൻജിത്ത് അയ്യത്തൻ പുള്ളിയാണ് ഡയറക്ഷൻ. കിട്ടില്ല ഡയറക്ഷനും പിന്നെ ഈ സിനിമയുടെ റൈറ്റിംഗ്, സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രഫിയും ബാഹുൽ രമേശാണ്. സിനിമാറ്റോഗ്രഫി ചില ഫ്രെയിമൊക്കെ ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് എടുത്ത് വെച്ചേക്കണ പടം. ചില സീനൊക്കെ ആ ഒരു നേച്ചറും ആ പച്ചപ്പും, എൻ്റെ അമ്മോ ഇത് രസമായിട്ട് ആ പടം എടുത്ത് വെച്ചേക്കണം. എന്ത് പടമായിരുന്നു. അതേപോലെ എടുത്ത് പറയേണ്ട ഒരു മനുഷ്യനുണ്ട്, മുജീബ് മജീദ്. ഞാൻ പറഞ്ഞു എനിക്ക് ഭയാനകമായി അടിപൊളിയായിട്ട് തോന്നിയ കുറേ സാധനങ്ങൾ ഇതാണ്: സിനിമാറ്റോഗ്രഫി, സ്ക്രിപ്റ്റ്, സ്റ്റോറി, പിന്നെ എഡിറ്റഡ് ബൈ സൂരജ് ES. പൊളിയായിരുന്നു. അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സന്ദീപ് പ്രദീപ്. അടിപൊളിയാണ് കേട്ടോ. അവൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ കിടിലമായിരുന്നു. പിന്നെ സിം സി ഫി എന്ന് പറയുന്നതാണ് യങ് സിയോ. ഇതിലൊരു മലേഷ്യൻ ഒരു പരിപാടിയുണ്ട്. ബിയാൻ മോമിൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ പറയുന്ന സിയോരെ വലിയ എൽഡർ സാധനം കാണിച്ചിരിക്കുന്നത്. പിന്നെ വിനീതുണ്ട്, നരയനുണ്ട്, അശോകനുണ്ട്, ബിനു പപ്പനുണ്ട്, പിന്നെ കുര്യച്ചനായിട്ട് സുരഭ് സച്ദേവ എന്ന് പറയുന്ന മനുഷ്യനാണ്. പുള്ളി പുഷ്പയിലെ കൊണ്ടുവന്നു. ഞാൻ ഏതൊക്കെയോ ഹിന്ദി പടത്തിലും തെലുങ്ക് പടത്തിലൊക്കെ ഇയാളെ കണ്ടിട്ടുണ്ട്. ഏതോ ഊള പടത്തിൻ്റെ വില്ലനായിട്ടൊക്കെ, ഏതോ ചെവി എന്തോന്ന് ഡെസിബേൽ കൂടിക്കഴിഞ്ഞാൽ മറ്റേ ചെവി വേനിക്കുന്ന ഒരു വില്ലനായിട്ടൊക്കെ ഏതൊരു കൂതർ തെലുങ്ക് പടത്തിലൊക്കെ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട്. അയാളാണ് അങ്ങനെ ഒരു. പക്ഷെ അയാൾ ഇതിൽ കിടിലായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊരു പടമായിരുന്നു ഇത്. ടെക്നിക്കൽ ടീമൊക്കെ ഉണ്ട്. ഇതൊരു പഴയ കാലമാണ് കാണിക്കുന്നത്. പഴയ ഒരു 80s കാലഘട്ടമൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. കാലഘട്ടം, കോസ്റ്റ്യൂം, ആർട്ട്, പട്ടികൾ, കുറേ പട്ടികളെയൊക്കെ. ക്ലൈമാക്സ് ഉണ്ടല്ലേ, അതാണ് പറഞ്ഞത്. ഒരു രീതിയിലുള്ള സ്പൂൺ ഫീഡിങ്ങും ഇല്ല. ഫിഗർ ഔട്ട് ഫ്രം ദ ക്ലൂസ്. കിടിലം. അങ്ങനെ ഞാൻ പറയാം, ഇത് ചിലവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഞാൻ തന്നെ തിയേറ്ററിലും കണ്ടു, ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം. അപ്പം എവിടെ അതെന്തേ, അതങ്ങനത്തെ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ റൈറ്ററിൻ്റെ വിജയമാണോ അത്. ആൾക്കാർ അങ്ങനെ സംസാരിക്കുക, അതെന്തായി, അതെന്താ അങ്ങനെ ആയത്. ചിലർ അത് നമുക്ക് ആ കിട്ടുമ്പോൾ വളരെ ഒരു ഇതുണ്ട്. ആ ക്ലൈമാക്സിൽ അങ്ങനെയാണല്ലേ ഇവ കിടിലൻ പടം. ക്ലാസ് പടം. ഈ ബാഹുൽ രമേശ് അണ്ണനെ ഞാൻ നമിക്കണം കേട്ടോ. അണ്ണൻ എന്തോ ഹോബിക്ക് എന്തോ എഴുതി തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. പണ്ട് പുള്ളി എന്തോ ഒരു സിനിമാറ്റോഗ്രാഫറോ അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം എന്തോ ആണ് പുള്ളി സിനിമാറ്റോഗ്രാഫറോ എഡിറ്ററോ എന്തോ ആയിരുന്നു പുള്ളി. അതിനുശേഷമാണ് പുള്ളി ഈ ഒരു റൈറ്റിങ്ങിലോട്ട് ഇറങ്ങുന്നത്. ഒരു വല്ലാത്ത ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു കേട്ടോ അത് മലയാള സിനിമയ്ക്ക്. ഇങ്ങനെ ഒരു പേന എടുത്തത്. നിങ്ങൾ സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ ഞാൻ എന്താണ് ഈ പറയണത്. ബിക്കോസ് ഞാൻ പറയുന്നത് ഇത് ഭയങ്കര രസമാണ് ഈ സിനിമ. അത് എനിക്ക് ഇനിയിപ്പോൾ ചിലവർക്കൊന്നും ഡൈജസ്റ്റും ആവില്ല ഈ സിനിമ. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ, അവരിതിനെ കൊണ്ടാടും. രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പടം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും താഴെ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒന്നും കൂടെ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒത്തിരി രസമായിരുന്നു. ഇതൊരു പടമായിരുന്നു. റൺ ടൈമൊന്നും ഞാൻ എത്രയാണ് എൻ്റെ റൺ ടൈം ഞാൻ ശ്രദ്ധിച്ചത് പോലും ഇല്ല. 125 minutes റൺ ടൈം, ഏകദേശം 2 മണിക്കൂർ അല്ലേ. പടം സൂപ്പർ പടം, ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ പറയടേ.